മലപ്പുറം നിലമ്പൂർ പെരുവമ്പാടത്ത് കാട്ടാന ആക്രമണം. വെട്ടിക്കുഴി സ്വദേശി ഔസേപ്പച്ചന്റെ വീടിന്റെ ജനൽ തകർത്തും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് തള്ളിയിട്ടും ആനയുടെ പരാക്രമം കൃഷിയും വ്യാപകമായി നശിപ്പിച്ചു. പിന്നെ ഒരു അരമണിക്കൂറോളം ഇവിടുന്ന് അനങ്ങാതെ നിൽക്കുകയായിരുന്നു. പിന്നെ അകത്ത് അങ്ങോട്ടും പോയില്ല. പിന്നെ RRTനെ വിളിച്ചു നോക്കി. അവർ പറഞ്ഞു ആന പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് നടക്കുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി. കാരണം ഇതുവരെ കൃഷിക്കായിരുന്നു. ഇപ്പം ഞങ്ങളെ വീടും കൂടി തകർക്കുന്നതിലേക്ക് എന്താണ് ഇത് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഞങ്ങളെ നാട് കടത്തുക, അതല്ലെങ്കിൽ ആനയെ നാട് കടത്തുക. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശാന്തകുമാർ, വലിയ തോതിലുള്ള കാട്ടാന ആക്രമണം ആ പ്രദേശത്ത് നേരിടുകയാണോ? എന്തെങ്കിലും നടപടികൾ അത് ചെറുക്കുവാനായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, നേരത്തെ ഈ കാട്ടാനയുടെ അക്രമം ഉണ്ടാവുന്നതും അല്ലെങ്കിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാവുന്നതല്ല കൃഷിയിടങ്ങളിലും മറ്റുമായിരുന്നു. അതിപ്പോൾ കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ മാറി വീട് ആക്രമിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അതാണ് ഇപ്പോൾ ആ കർഷകൻ തന്നെ പറയുന്നത്. ഒന്നുകിൽ ഞങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കുക, ഇല്ലെങ്കിൽ കാട്ടാനയെ ഒഴിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവുക. ഇത് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് ഇവരുടെ നിരന്തരമുള്ള പരാതി. പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇപ്പോൾ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചാലും അതിന് കാര്യമായൊരു നടപടിയും ഉണ്ടാവുന്നില്ല. ഒരു വീടിൻ്റെ ജനൽ പൂർണ്ണമായും തകർക്കുന്നു, മറ്റൊരു വീട്ടിലെത്തിയ ബൈക്ക് തകർക്കുന്നു. അങ്ങനെ അത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ അർദ്ധരാത്രിയിൽ ഉൾപ്പെടെ ഈ കാട്ടാനകളുടെ സാന്നിധ്യവും അക്രമവും ഒക്കെ ഉണ്ടാവുന്നത് ഈ പ്രദേശത്തെ ആകെ വലച്ചിരിക്കുക തന്നെയാണ്. എന്തായാലും വനംവകുപ്പ് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ ഒരുങ്ങുന്നില്ല. ഇല്ലെങ്കിൽ സർക്കാർ ഇതിനകത്ത് യാതൊരു നിയമ ഭേദഗതി വരുന്നതിനും തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപം തന്നെ കർഷകർക്കുള്ളത്. വലിയ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ മേഖലയിലെ ജനങ്ങൾ എല്ലാം ഉള്ളത്. ലക്ഷ്മി, ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറത്ത്